ഇനി പറയുന്നത് ക്ലോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്കൻഡ് ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പിൽ വരുന്ന കുറേ ചോദ്യങ്ങളാണ്. ഇതെല്ലാം കൂടി ഒരു 7-8 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്ലോക്കുമായി ബന്ധപ്പെടുത്തി വരാം. 7-8 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്ലോക്കുമായി ബന്ധപ്പെടുത്തി വരാം. ഈ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കും സമതല ദർപ്പണത്തിൽ അതിനുണ്ടാകുന്ന പ്രതിബിംബവുമായിട്ടുള്ളതാണ്. ക്ലോക്കും പ്രതിബിംബ രൂപീകരണവും, ക്ലോക്കും അതിൻ്റെ പ്രതിബിംബം സമതല ദർപ്പണം ഉണ്ടല്ലോ, പ്ലെയിൻ മിററിൽ കൂടെ നമ്മളൊരു ക്ലോക്കിനെ നോക്കിയാൽ ക്ലോക്കിൽ കാണുന്ന സമയവും ആ പ്ലെയിൻ മിററിൽ അതിൻ്റെ ഇമേജിൽ കാണുന്ന സമയവും തമ്മിൽ ബന്ധപ്പെടുത്തി ചില കണക്കുകൾ ചോദിക്കും. ക്ലോക്കും അതിൻ്റെ പ്രതിബിംബവും ക്ലോക്കും പ്രതിബിംബവും ആയിട്ട് വരുന്ന ചോദ്യമുണ്ട്. ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വരാം. ക്ലോക്കും പ്രതിബിംബവും, അതായത് നമ്മുടെ വീടുകളിലുള്ള ക്ലോക്ക് 2 ടൈപ്പിലുള്ള ക്ലോക്ക് കാണാം. ചില ക്ലോക്കുകളിൽ ശരിക്ക് സമയം എഴുതിയിട്ടുണ്ടാവും. 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ എഴുതിയിട്ടുള്ള ക്ലോക്കുണ്ട്. എന്നാൽ ചില ക്ലോക്കുകൾ അങ്ങനെയല്ല, അതിലൊന്നും എഴുത്ത് കാണില്ല. അവരുടെ ഓരോ കുത്തേ കാണുള്ളൂ. ഇങ്ങനെ ഈ സമയത്തിന് അവിടെയൊക്കെ ഓരോ കുത്തിട്ടേക്കും. ഇങ്ങനെയുള്ള ക്ലോക്കുകളുണ്ട് അല്ലേ? അതിൽ ഈ പറയുന്ന 1, 2 എന്നുള്ള ഈ എഴുത്ത് കാണില്ല, ഇങ്ങനെ കാണുള്ളൂ. ഇതിൽ സമയം നമ്മൾ നോക്കുമ്പോൾ ക്ലോക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇതിൻ്റെ പ്രതിബിംബം നമ്മൾ കണ്ണാടിയിൽ കൂടെ കണ്ടാൽ, ഈ ക്ലോക്കിൻ്റെ പ്രതിബിംബം കണ്ണാടിയിലൂടെ കാണുമ്പോൾ 3 മണി നമ്മൾ കാണും. 3 മണി, ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുമ്പോൾ നമുക്ക് 9 മണി പോലെ തോന്നും. ക്ലോക്കിൽ കാണുമ്പോൾ കണ്ണാടിയുടെ പ്രതിബിംബം കാണുമ്പോൾ ഈ ക്ലോക്കിൻ്റെ പ്രതിബിംബം 3 മണിക്ക് കണ്ടാൽ നമുക്ക് ആ കണ്ണാടിയിൽ കാണുന്നതിൽ 9 മണിയെന്ന് തോന്നും. ഈ ക്ലോക്കിൻ്റെ പ്രതിബിംബം ഒരു 5 മണിക്ക് നമ്മൾ കണ്ടാൽ, 5 മണിക്ക് പ്രതിബിംബം ദർപ്പണത്തിലൂടെ കണ്ടാൽ അത് 7 മണിയായിട്ട് തോന്നും. 4 മണി കണ്ടാൽ അത് 8 മണിയായിട്ട് തോന്നും. ഇങ്ങനെ ഒരു വ്യത്യാസം ഈ ദർപ്പണവും ക്ലോക്കുമായിട്ട് വരും. പക്ഷേ ഇതുപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, സമയം എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ എഴുത്തുള്ളതുകൊണ്ട്. പക്ഷേ എഴുത്തില്ലാത്ത ക്ലോക്കിലാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയില്ല, ഇങ്ങനെ തിരിയും. 2 മണി സമയത്ത് നമ്മൾ അതിൻ്റെ പ്രതിബിംബമാണ് കണ്ണാടിയിലൂടെ കാണുന്നതെങ്കിൽ അത് 10 മണിയാണെന്ന് തോന്നും. 11 മണിയാണെങ്കിൽ 1 മണിയാണെന്ന് തോന്നും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ വരും. ഇതിൽ ഒരു 3 ടൈപ്പ് ചോദ്യങ്ങൾ വരും. 3 ടൈപ്പ് ചോദ്യങ്ങൾ വരും. ഒന്ന്, ക്ലോക്കിലെ യഥാർത്ഥ സമയം 11 മണി. യഥാർത്ഥ സമയം 11 മണിയാണ്. 11 മണിയെങ്കിൽ ഈ 11 മണിക്ക് ഇത്തരമൊരു ക്ലോക്ക് കണ്ണാടിയിലൂടെ നമ്മൾ കാണുകയാണെങ്കിൽ പ്രതിബിംബത്തിൽ കാണുന്നത് എത്ര മണിയെന്നായിരിക്കും, എത്ര മണിയെന്ന് തോന്നുമെന്നാണ്. യഥാർത്ഥ സമയം 11 മണി, പ്രതിബിംബത്തിൽ എത്ര മണിയെന്ന് തോന്നും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതുപോലെ മണിക്കൂർ മാത്രമേ ഉള്ളൂ എങ്കിൽ യഥാർത്ഥ സമയത്തെ മിറർ ഇമേജിലേക്ക് മാറ്റാൻ 12-ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 12 മൈനസ് ഈ പറയുന്നത് 12-ൽ നിന്ന് 11 പോട്ടെ, 1 മണിയെന്ന് നമുക്ക് തോന്നും. യഥാർത്ഥ സമയം 8 മണിയാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് എത്രയെന്ന് തോന്നും? 8 മണി. യഥാർത്ഥ സമയം ഇതുപോലെ മണിക്കൂറാണ് തരുന്നത്, മണിക്കൂർ മാത്രമേ ഉള്ളൂ എങ്കിൽ 12-ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. 12 മൈനസ് 8 നമുക്ക് 4 മണിയെന്ന് തോന്നും. യഥാർത്ഥ സമയം ഒരു 10 മണി എന്നിരിക്കട്ടെ. യഥാർത്ഥ സമയം 10 മണിയാണ് എങ്കിൽ ദർപ്പണത്തിലുള്ള ആ ക്ലോക്കിനെ കണ്ടാൽ എത്ര മണിയെന്ന് തോന്നും? എത്ര മണിയെന്ന് നമുക്ക് തോന്നിക്കും. യഥാർത്ഥ സമയം 10 മണി. 12-ൽ നിന്ന് കുറച്ചാൽ മതി. 12-ൽ നിന്ന് 10 പോട്ടെ, നമുക്ക് 2 മണിയെന്ന് തോന്നും. ഇനി നേരെ തിരിച്ച് ഒരു ദർപ്പണത്തിൽ നോക്കിയപ്പോൾ 4 മണിയെന്ന് കണ്ടു. 4 മണി ഇവിടെ കിടക്കില്ല, അപ്പോൾ നമുക്കൊരു 5 മണിയെന്ന് കണ്ടു. ദർപ്പണത്തിൽ നോക്കിയപ്പോൾ 5 മണിയെന്ന് കണ്ടു എങ്കിൽ യഥാർത്ഥ സമയം എത്ര?
ദർപ്പണത്തിൽ 5 മണിയെന്ന് കണ്ടു എങ്കിൽ യഥാർത്ഥ സമയം എത്ര? യഥാർത്ഥ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനും ഇത് തന്നെ, 12-ൽ നിന്ന് അതിനെ മൈനസ് ചെയ്താൽ മതി. 12-ൽ നിന്ന് 5 പോട്ടെ, യഥാർത്ഥ സമയം 7 മണിയായിരിക്കും. ദർപ്പണത്തിൽ നോക്കിയപ്പോൾ 8 മണി അല്ലെങ്കിൽ 7 മണി, 7 മണിയെന്ന്, 7 മണി വേണ്ട, ഇവിടെ വന്നു. ദർപ്പണത്തിൽ നോക്കിയപ്പോൾ 2 മണിയെന്ന് കണ്ടു. ദർപ്പണത്തിൽ നോക്കിയപ്പോൾ 2 മണിയെന്ന് കണ്ടു എങ്കിൽ യഥാർത്ഥ സമയം എത്ര? 12-ൽ നിന്ന് 2 കുറച്ചാൽ മതി. 12 - 2 യഥാർത്ഥ സമയം 10 മണിയായിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കൺവേർട്ട് ചെയ്യാൻ കൺവേർഷൻ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെ? അതിൽ മണിക്കൂർ മാത്രമേ കാണുള്ളൂ. 8 മണി അല്ലെങ്കിൽ 11 മണി, 8 മണി, 10 മണി, ഇങ്ങനെയുള്ള മണിക്കൂറുകൾ മാത്രമേ കാണുള്ളൂ. മണിക്കൂർ മാത്രമാണ് തരുന്നതെങ്കിൽ 12-ൽ നിന്ന് മൈനസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്, ഇതിലുള്ള ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ മിനിറ്റും കൂടി കാണും. ഇപ്പോൾ 8:20 മണി, 8:20 മണി എന്ന് യഥാർത്ഥ സമയം 8:20 യഥാർത്ഥ സമയം 8:20 എങ്കിൽ ആ സമയത്ത് ഈ ക്ലോക്ക് ദർപ്പണത്തിലൂടെ നമ്മൾ കണ്ടാൽ, ഇതിൻ്റെ ഇമേജ് കണ്ടാൽ, ഇമേജിൽ എത്ര മണി എന്നായിരിക്കും കാണിക്കുന്നത്? 8:20 മിനിറ്റും കൂടെ ഉണ്ട്. മിനിറ്റും കൂടെ ഉള്ളത് കൊണ്ട് 11:60-ൽ നിന്ന് മൈനസ് ചെയ്യണം. 12-ൽ നിന്നല്ല, നമുക്ക് മിനിറ്റും കൂടെ മൈനസ് ചെയ്യണ്ടേ? അതുകൊണ്ട് 12 മണിയെ 11:60 എന്ന് എടുക്കുക. 11:60-ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ 11:60-ൽ നിന്ന് 8:20 കുറയ്ക്കണം. 60-ൽ നിന്ന് 20 പോട്ടെ 40, 11-ൽ നിന്ന് 8 പോട്ടെ 8, 3, 11. അപ്പോൾ യഥാർത്ഥ സമയം 3:40 ആയിരിക്കും. അല്ലെങ്കിൽ 8:20 മണി യഥാർത്ഥമാണെങ്കിൽ ആ 8:20 എന്നുള്ളത് നമുക്ക് യഥാർത്ഥ സമയമാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് എത്രയായിട്ട് തോന്നും? 3:40 തോന്നും. ഇനി 9:30 എന്നൊരു മണി, 9:30 മണി, ഇത് മിറർ ഇമേജിൽ എത്രയായിട്ട് കാണും? യഥാർത്ഥ സമയം 9:30, അത് മിറർ ഇമേജിൽ എത്രയായിട്ട് തോന്നും? മണിക്കൂറും മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ 11:60 നിന്ന് മൈനസ് ചെയ്യണം. മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിൽ 12 നിന്ന് മൈനസ് ചെയ്താൽ മതി. മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിൽ യഥാർത്ഥ സമയത്തിൽ നിന്ന് മിറർ ഇമേജിലേക്ക് മാറ്റാനും മിറർ ഇമേജിനെ യഥാർത്ഥ സമയത്തിലേക്ക് മാറ്റാനും മണിക്കൂർ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ 12 നിന്ന് മൈനസ് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് ടൈപ്പ്. എന്നാൽ അതിൻ്റെ കൂടെ മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ, അതാണ്ട് ഇതുപോലെ മിനിറ്റ് 9:30 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ 12 എന്നല്ല 11:60 നിന്ന് മൈനസ് ചെയ്യണം. 11:60 നിന്ന് 9:30 കുറയ്ക്കണം. 9:30, അപ്പോൾ ഇവിടെ 30 വരും. 9-ഉം 2-ഉം 11, 9-ഉം 2, 2:30 ആയിരിക്കും തോന്നുക. 9:30 യഥാർത്ഥ മണിയാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് 2:30 എന്ന് കാണും. ഇനി 2:30 യഥാർത്ഥ സമയമെങ്കിൽ മിറർ ഇമേജ് 9:30 എന്ന് കാണും. അടുത്ത് വേറൊന്ന് 7:50 എന്നൊരു സമയം. ഈ സമയം ഇതിപ്പോൾ യഥാർത്ഥ സമയമാണെന്ന് വിചാരിക്കുക. യഥാർത്ഥ സമയം 7:50, മിറർ ഇമേജിൽ എത്രയെന്ന് കാണും? ഒന്നും ആലോചിക്കാനില്ല. മിനിറ്റും കൂടി കണ്ടാൽ 11:60 നിന്ന് മൈനസ് ചെയ്ത് പറയുക. 7:50 കുറയ്ക്കണം. 11:60 നിന്ന് 7:50 പോയാൽ ബാക്കി ഇവിടെ ഒരു 10 വരും. 7-ഉം 4-ഉം 11, 4-10 എന്നുള്ളതായിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 7:50 യഥാർത്ഥ സമയമാണെങ്കിൽ മിറർ ഇമേജായിട്ട് 4:10 എന്ന് തോന്നും. 4:10 യഥാർത്ഥ സമയമാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് 7:50 ആയിട്ട് തോന്നും. തിരിച്ചു മറിച്ചു വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വരും. 4:10 യഥാർത്ഥ സമയമെങ്കിൽ യഥാർത്ഥമെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് 7:50 എന്ന് തോന്നും. യഥാർത്ഥ സമയം 2:30 എങ്കിൽ അതിൻ്റെ യഥാർത്ഥ സമയം 2:30 എങ്കിൽ മിറർ ഇമേജ് 9:30 എന്ന് തോന്നും. മിറർ ഇമേജ് 3:40 എങ്കിൽ അവിടുത്തെ അപ്പോഴത്തെ യഥാർത്ഥ സമയം 8:20 ആയിരിക്കും. മിറർ ഇമേജ് 3:40 ആണെങ്കിൽ യഥാർത്ഥ സമയം 8:20 ആയിരിക്കും. അപ്പോൾ മണിക്കൂറും മിനിറ്റും കൂടി ചേർന്ന് വന്നാൽ 11:60 നിന്ന് മൈനസ് ചെയ്യണം. മണിക്കൂർ മാത്രമേ ഉള്ളൂ എങ്കിൽ കൺവേർട്ട് ചെയ്യാൻ 12 നിന്ന് മൈനസ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് അതിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ്. ഇനി ഇതിലൊരു മൂന്നാമത്തെ ടൈപ്പുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സമയം 11 മണിക്കും 11-നും 1 മണിക്കും 1-നും ഇടയ്ക്കുള്ള സമയമാണെങ്കിൽ, തന്നിരിക്കുന്ന സമയം 11-നും 1-നും ഇടയ്ക്കുള്ള സമയമാണെങ്കിൽ
കണ്ടുപിടിക്കാൻ. അപ്പോൾ യഥാർത്ഥ സമയം തന്നിരിക്കുന്നത് 11 മണിക്ക് 1 മണിക്ക് ഇടയ്ക്കുള്ളൊരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ മിറർ ഇമേജ് എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത് 11 മണിക്ക് 1 മണിക്ക് ഇടയ്ക്കുള്ളൊരു സമയമാണെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കണം. നമ്മുടെ മൊത്തം ഒരു ദിവസം 24 മണിക്കൂറില്ലേ, അതിന് നമ്മൾ 23:60 ആക്കി എടുക്കണം. ആദ്യം നമ്മൾ വെറും 12 നിന്ന് കുറച്ചു, അടുത്തത് 11:60 നിന്ന് കുറച്ചു, അടുത്ത് 23:60 നിന്ന് കുറയ്ക്കണം. ഉദാഹരണം നോക്കൂ, 11:15. ഒരു യഥാർത്ഥ സമയം 11:15 വിചാരിക്കുക. യഥാർത്ഥ സമയം 11:15. ഇതിൻ്റെ മിറർ ഇമേജിൽ എത്രയെന്ന് കാണും? മിറർ ഇമേജിൽ പ്രതിബിംബം എത്ര സമയമെന്ന് കാണും? 11:15. അപ്പോൾ ഇത് 11 മണിക്ക് 1 മണിക്ക് ഇടയ്ക്കുള്ളൊരു സമയമാണ്. 11:15. 11:15 എന്ന് പറയുമ്പോൾ 11-നും 1-നും ഇടയ്ക്കുള്ള സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് 23:60 നിന്ന് കുറയ്ക്കണം. 11:15 കുറയ്ക്കണം. 11:15 പോയാൽ 60 നിന്ന് 15 പോയിട്ട് ഒരു 45 വരും. 3 നിന്ന് പോയാൽ 2 വരും. 2 നിന്ന് പോയാൽ 1. അപ്പോൾ ഇത് യഥാർത്ഥ സമയമാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് 12:45 ആയിട്ട് തോന്നും. 12:45 യഥാർത്ഥ സമയമാണെങ്കിൽ അതിൻ്റെ മിറർ ഇമേജ് 11:15 ആയിട്ട് തോന്നും. ഇനി 12:30 എന്നൊരു സമയം, അല്ലെങ്കിൽ മിറർ ഇമേജിൽ കാണുന്ന 12:30. യഥാർത്ഥ സമയം എത്ര? ഇത് നോക്കൂ, 11-നും 1-നും ഇടയ്ക്കുള്ള സമയമല്ലേ. 11-നും 1-നും ഇടയ്ക്കുള്ള സമയമാണ് 12:30. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ് തരുന്നതെങ്കിൽ എത്രയെന്ന് മൈനസ് ചെയ്യണം? 23:60 നിന്ന് മൈനസ് ചെയ്യണം. 12:30 മൈനസ് ചെയ്യണം. 60 നിന്ന് 30 പോട്ടെ 30, 3 നിന്ന് 2 പോട്ടെ 1, 2 നിന്ന് 1 പോട്ടെ 1. അപ്പോൾ 11:30 ആയിരിക്കും. യഥാർത്ഥ സമയം 12:30 ആണെങ്കിൽ മിറർ ഇമേജ് 11:30 ആയിട്ട് തോന്നും. യഥാർത്ഥ സമയം 11:30 ആണെങ്കിൽ മിറർ ഇമേജ് 12:30 ആയിട്ട് തോന്നും. ഓക്കെ, ഇതുപോലത്തെ ഒരെണ്ണം കൂടി പറയാം. അതായത് ഇപ്പോൾ 12:45 അല്ലെങ്കിൽ 11:45. 11:45 എന്നൊരു സമയം. ഇത് യഥാർത്ഥ സമയമാണെന്ന് വിചാരിക്കും. ഇതിൻ്റെ മിറർ ഇമേജ് എത്രയാണെന്ന് തോന്നിക്കും. എത്രയായിട്ട് തോന്നും? കണ്ണാടിയിൽ കൂടി കണ്ടാൽ ഇത് എത്ര സമയമെന്നായിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ 11-നും 1-നും ഇടയ്ക്കുള്ള ഒരു സമയമാണെങ്കിൽ എത്രയെന്ന് മൈനസ് ചെയ്യണം? 23:60 നിന്ന് മൈനസ് ചെയ്യണം. 11:45 കുറയ്ക്കണം. ഇവിടെ 60 നിന്ന് 45 പോട്ടെ 15, 3 നിന്ന് 1 പോട്ടെ 2, 2 നിന്ന് 1 പോട്ടെ 1. അപ്പോൾ 12:15 എന്നായിരിക്കും അതിന് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ യഥാർത്ഥ സമയം 11:45 ആണെങ്കിൽ മിറർ ഇമേജ് 12:15 എന്ന് തോന്നിക്കും. യഥാർത്ഥ സമയം 12:15 ആണെങ്കിൽ മിറർ ഇമേജ് 11:45 എന്ന് തോന്നിക്കും. ഓക്കെ, ഇതാണ് ഇതിലെ 3 ടൈപ്പ് കണക്കുകൾ. മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ യഥാർത്ഥ സമയവും അതിൻ്റെ മിറർ ഇമേജും ആയിട്ട് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാം. അത് 3 ടൈപ്പുണ്ട്. ആ ചോദ്യം മണിക്കൂർ മാത്രമേ ഉള്ളെങ്കിൽ 12 നിന്ന് മൈനസ് ചെയ്താൽ മതി. മണിക്കൂറും അതിൻ്റെ കൂടെ മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ 11:60 നിന്ന് മൈനസ് ചെയ്യണം. ആ സമയം 11-നും 1 മണിക്കും ഇടയ്ക്കുള്ള സമയമാണെങ്കിൽ അത് 23:60 നിന്ന് മൈനസ് ചെയ്യണം. ഇത് ഓർത്ത് വെച്ചേക്കുക. ഒന്ന് 12 നിന്ന് മൈനസ് ചെയ്യണം, മറ്റൊന്ന് 11:60 നിന്ന് മൈനസ് ചെയ്യണം, വേറൊന്ന് 23. ഈ 11:60 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 12 തന്നെയാണ്. 23:60 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണി ക്ലോക്കാണ്. റെയിൽവേ ക്ലോക്കില്ലേ, 24 മണിയെ നമ്മൾ 23:60 എന്ന് എടുക്കുന്നു. മൈനസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. മിനിറ്റും കൂടെ മൈനസ് ചെയ്യണ്ടേ, അതിനുവേണ്ടി മിനിറ്റ് വേണം. അപ്പോൾ 1 മണിക്കൂറിനെടുത്ത് നമ്മൾ 60 എന്ന് എഴുതി വയ്ക്കും. അതാണ് ഈ കാണുന്ന 60. അത് മൈനസ് ചെയ്യുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഇത് ക്ലോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യനുകളാണ്. ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ടൈപ്പ്, ഇനി ഒരു കുസൃതി ചോദ്യമായിട്ട് ഒരെണ്ണം ചോദിക്കാം. എത്ര സന്ദർഭങ്ങളിലാണ് യഥാർത്ഥ സമയവും മിറർ ഇമേജ് സമയവും സെയിമായി വരിക? അത് യഥാർത്ഥ സമയം തന്നെ മിറർ ഇമേജിൽ നോക്കിയാലും അത് തന്നെയായിരിക്കും സമയം. എത്ര സന്ദർഭങ്ങളിൽ ഒരു ക്ലോക്കിലെ യഥാർത്ഥ സമയവും അതിൻ്റെ മിറർ ഇമേജും കൂടെ നമ്മൾ നോക്കിയാൽ രണ്ടും ഒന്ന് തന്നെയായിരിക്കും, വ്യത്യാസം വരില്ല. ഒരുപോലെ ഇരിക്കുന്ന എത്ര സന്ദർഭങ്ങളിലാണ്? 2 സന്ദർഭങ്ങളിലാണ്. ഏതൊക്കെയാണ് 2 സന്ദർഭങ്ങൾ? ഒന്ന് 12 മണി. 12 മണിക്ക് നോക്കിയാൽ യഥാർത്ഥ ക്ലോക്കിൽ നോക്കിയാലും 12 മണിയായിരിക്കും, മിറർ ഇമേജിൽ നോക്കിയാലും 12 മണി തന്നെയായിരിക്കും, അതിന് വ്യത്യാസം വരില്ല. രണ്ടാമത്തെ സന്ദർഭം എന്താ? 6 മണി.
6 മണി സമയത്ത് നോക്കൂ, യഥാർത്ഥ സമയം യഥാർത്ഥ ക്ലോക്കിൽ നോക്കുമ്പോൾ നമുക്ക് 6 മണി മനസ്സിലാവും. സൂചി ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും നിൽക്കും. ഇതാണ് 6 മണി. അതിൻ്റെ ഇമേജ് നോക്കിയാലും എങ്ങനെ തന്നെ നിൽക്കും, സൂചി ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എത്ര തന്നെയാണ് മണി എന്ന് പറയുന്നത്? 6 മണി. 12 മണിക്ക് 2 സൂചി ഒരുമിച്ച് മുകളിലോട്ട് നിൽക്കും. 1 മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചി ഒരുമിച്ച് മുകളിലോട്ട് നിൽക്കുമ്പോൾ 12 മണി. ഇത് യഥാർത്ഥ സമയമായിട്ട് നമ്മൾ ക്ലോക്കിൽ നോക്കിയാലും അതിൻ്റെ മിറർ ഇമേജിലേക്ക് നോക്കിയാലും ഈ സമയം ഇങ്ങനെ തന്നെ കാണും. വ്യത്യാസം തോന്നൂല, വ്യത്യാസം വരില്ല. അപ്പോൾ 12 മണിക്കും 6 മണിക്കും പിന്നെ യഥാർത്ഥ സമയവും മിറർ ഇമേജും ഒരുപോലെ ഇരിക്കും. അപ്പോൾ എത്ര സന്ദർഭങ്ങളാണ്? 2 സന്ദർഭങ്ങളാണ്.